ഗൈസ് നാളെ നടക്കാൻ പോകുന്ന ക്യാമ്പ് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെയാണത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസേ, നാളത്തെ വെൽനസ് ക്യാമ്പിന് വേണ്ടിയിട്ട് കോളേജ് മൊത്തത്തിൽ ഞങ്ങളത് അറേഞ്ച് ചെയ്യാമെന്ന് വെച്ചു. ഇതെൻ്റെ സ്വന്തം ക്ലാസ്മേറ്റ് സെക്കൻഡ് ഇയർ BPTയിലെ പിള്ളേരെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിമയാണ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ചാർജ് കിട്ടിയത്. അപ്പം ഞാനും ബിബിനും ആമനെയും കൂടി അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് ക്യാമ്പ് എക്സ്പീരിയൻസ് ആണ്. സോ എല്ലാവരും നല്ല ഉഷാറിലായിരുന്നു പണിയെടുക്കാൻ. ഞങ്ങൾ ജസ്റ്റ് വോളണ്ടിയേഴ്സാണ്, പബ്ലിക്കിനെ കെയർ ചെയ്യണം. പിന്നെ വേണമെങ്കിൽ ഈ ക്യാമ്പിൽ വരുന്ന ആൾക്കാർക്ക് ഗൈഡായിട്ട് നിൽക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. ദൊണ്ട നിരന്ന് നിൽക്കുന്ന കണ്ടില്ലേ, ഇവരൊക്കെ ഈ പണിക്ക് വന്നവരാണ്. നമ്മളെല്ലാം UGക്കാരാണ്. PGക്കാരൊക്കെ ഉണ്ട്, അവരാണ് ഇവർക്ക് അസസ്മെൻ്റൊക്കെ എടുക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ ആബ്സെൻ്റ് ആയിരുന്നു. സോ പുള്ളിക്കാരന് വേണ്ടിയിട്ട് പകരം വന്ന അച്ഛൻ സംസാരിച്ചു. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാർ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് അനൂപ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. കുറച്ച് അവയർനെസ് ക്ലാസ്സും ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസും നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്, എന്തിനാ അസസ്മെൻ്റ് എടുക്കുന്നത്, എക്സാമിനേഷൻ ചെയ്യുന്നത്, കൺസൾട്ടേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞങ്ങളുടെ കോളേജിലെ ക്ലിനിക്കിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ, അങ്ങനെ കുറച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ എക്സസൈസ്, ഒരു വർക്കൗട്ട് സെഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല കിടിലമായിട്ട് വർക്ക് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരാണ് വന്നത്. സോ അതൊരു ഫണ്ണായിട്ടുള്ള നല്ല എൻജോയിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഫൺ. അത് കഴിഞ്ഞാണ് ഞങ്ങൾക്കുള്ള പണി വന്നത്. ഞങ്ങൾക്ക് ഓരോ പേഷ്യൻസിനെ എടുത്ത് തരും. ഈ ആൻറ്റീനെയാണ് എനിക്ക് കിട്ടിയത്. ആൻറ്റിയുടെ ഹസ്ബൻഡുമായിട്ടാണ് വന്നത്. നല്ലൊരു കപ്പിളായിരുന്നു കേട്ടോ. അവരുടെ കൂടെയാണ് ഞാൻ നടന്നത്. സോ അവരുടെ എല്ലാ എക്സാമിനേഷനും കൺസൾട്ടേഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവർക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞ് അവർ പോയി. ഇതേപോലെ എല്ലാവർക്കും ഓരോരുത്തർ കിട്ടി കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ മെഷീൻ കണ്ടില്ലേ, ഇത് ആക്ച്വലി വെയിറ്റ് നോക്കുന്ന സാധനമല്ല. അതാണെങ്കിലേ നമ്മുടെ BMI, ഫാറ്റ് എല്ലാം കണ്ടുപിടിക്കുന്ന ഒരു പുതിയ മെഷീനാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.